ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഞാൻ നഗോയ സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു സിറ്റി എക്സ്പ്ലോർ ചെയ്യാനും അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ട് കാറിൻ്റെ, അപ്പോൾ അങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലഗേജും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പം ഈ ലഗേജ് നമ്മളിവിടെ ലോക്കറിൽ സ്റ്റോർ ചെയ്തിട്ട് വേണം നമുക്കിനി ട്രാവൽ ചെയ്യാൻ. കാരണം നമ്മൾ നേരെ ഇനി അടുത്ത ഹോട്ടലിലേക്ക് പോവുകയാണ്. നമ്മൾ ടൊയോട്ട മ്യൂസിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അങ്ങനെ ഇതാണ് ടൊയോട്ട ഓട്ടോമൊബൈൽ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു വലിയ മ്യൂസിയമാണ്. അപ്പോൾ നമുക്ക് കുറേ നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ബബ്ബുവിനെ സ്ട്രോളറിലൊക്കെ ഇരുത്തിയിട്ടാണ് പോകുന്നത്, അവനെയും കൂടെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇവിടെ ടൊയോട്ട എന്ന് പറയുന്നത് ആദ്യം ടൊയോഡ എന്ന് പറഞ്ഞൊരു നെയിമിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ മുന്നേ ആയിട്ട് അവർ വീവിങ് ആയിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പയ്യെ പയ്യെ ഫാബ്രിക്സ് ഒക്കെ ചെയ്ത് കാർ സീറ്റ്സ് എന്നൊക്കെ തുടങ്ങി ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ കഴിഞ്ഞ് മോഡേൺ മെഷീനറിയൊക്കെ വന്നപ്പോൾ തൊട്ടാണ് അവർ ഈ വണ്ടിയുടെ പാർട്സും മെറ്റീരിയൽസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് പയ്യെ ഓട്ടോമൊബൈൽ കമ്പനിയായിട്ട് അത് മാറിയത്. അപ്പം നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇങ്ങനത്തെ വീവിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന ആ ഒരു വൂളും അങ്ങനത്തെ പല മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കോട്ടൺ, റയോൺ, സിൽക്ക്, അങ്ങനത്തെ അവരുടെ എല്ലാ മെറ്റീരിയൽസിൻ്റെ ഒരു എക്സിബിഷനൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ആ വീവിങ് ടെക്നിക്സൊക്കെ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ ആ ചക്ര പോലത്തെ കാര്യങ്ങളും, അതേപോലെ കാർ സീറ്റ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തതും, പിന്നെ ഇങ്ങനെ പ്രിൻറ്റിങ് മാറ്റ് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മെഷീനും അതൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഇത് വന്നിട്ട് പ്രൊപ്പല്ലറാണ് കേട്ടോ, ആദ്യത്തെ അവരുടെ ടൊയോട്ട പ്രൊപ്പല്ലറാണ് കാണുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ബബ്ബു പിന്നെ ഞങ്ങൾക്ക് സ്നഗ്ഗി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡയപ്പർ ചേഞ്ചിങ് റൂമിൽ വന്നു. ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എവിടെ പോയാലും ഭയങ്കര ക്ലീനായിട്ടുള്ള ടോയ്ലറ്റ്സാണ് കേട്ടോ നമുക്കുള്ളത്. ഇവിടെ തന്നെ ആ സ്നഗ്ഗി ചേഞ്ചിങ്ങും അതേപോലെ വീൽ ചെയർ ആക്സസ് ഉള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരികയെന്ന് വെച്ചാൽ അവരെ ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം. അച്ഛന്മാരായാലും അമ്മമാരായാലും ആർക്ക് വേണമെങ്കിലും കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഭയങ്കര നീറ്റാണ്. നമുക്കിപ്പം ബബ്ബുനെ അവിടെ ഇങ്ങനെ കിടത്തി ചേഞ്ച് ചെയ്യുന്നതിന് പോലും നമുക്കൊരു മടിയൊന്നും ഇല്ല, കാരണം അത്രയ്ക്ക് ക്ലീനാണ് കേട്ടോ ഇവിടുത്തെ ടോയ്ലറ്റ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് ഓട്ടോമൊബൈൽ പവലിയനിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ആ വീവിങ്ങും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫ്രം ടെക്സ്റ്റൈൽസ് ടു മെഷീനറി ആൻഡ് ഓട്ടോമൊബൈൽ എന്നുള്ളൊരു ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആദ്യം അവർ ചെയ്തുകൊണ്ടിരുന്ന കാർ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു വുഡൻ മോഡൽ ആദ്യം അവർ ചെയ്തിട്ട് അതിലായിരുന്നു അവരിങ്ങനെ ഇൻഡിവിജ്വൽ പാർട്സ് അവർ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ ഫ്രെയിമിലായിരുന്നു അവരതൊക്കെ സെറ്റ് ചെയ്തെടുത്ത്. ആൻഡ് അവരുടെ ആ ഫൈനൽ ഒരു കാറ്, ഫസ്റ്റ് കാർ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ലുക്കും കൂടെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ, നല്ലൊരു ലുക്കുള്ളൊരു കാറായിരുന്നു. ഇനി ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ അവരുടെ സ്റ്റോറി പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ കാർസിൻ്റെ എങ്ങനെയാണ് കാറ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ മെഷീനറീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു മ്യൂസിയം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ, പലതരം കാർസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ലുക്കുള്ളൊരു കാറായിട്ടുണ്ട്. സോ ഇത് വന്നിട്ടൊരു കാറിൻ്റെ ഹോണാണ് കേട്ടോ കാണിക്കുന്നത്, അവരുടെ ഫസ്റ്റ് കാറിൻ്റെ. അപ്പോൾ ഈ കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡ്രൈവേഴ്സൊക്കെ ആ ഹോൺ അവരുടെ കാലിൻ്റെ, അതായത് നീസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടായിരുന്നു പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് നീസും കൂട്ടിയാണ് ആ ഹോൺ പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്റ്റിയറിങ്ങിൻ്റെ താഴെയായിരുന്നു ആ ഹോൺ ആദ്യം അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് കേട്ടോ ടൊയോട്ടയ്ക്ക് അത് മാറി വന്നത്. ഇത് വന്നിട്ട് ടൊയോപെറ്റ് എന്ന് പറഞ്ഞൊരു കാറാണ്. പെറ്റ് പോലെ ടൊയോട്ട എന്നുള്ളൊരു മീനിങ്ങാണ്. അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു കാർ എന്നുള്ളൊരു മീനിങ്ങിലാണ് അത് വന്നത്. അപ്പോൾ ഇവിടെ പല ടൈപ്പ് കാർസ് നമുക്ക് കാണാം. സെലിസിയ, കൊറോള. ഇതാണ് ടൊയോപെറ്റ് ക്രൗൺ എന്ന് പറഞ്ഞൊരു കാറാണ്. ഇത് ക്യാംറിയാണ് ടൊയോട്ടയുടെ. കൊറോള സ്പ്രിൻറ്റർ, കൊറോള ടെർസലാണ് ടൊയോപെറ്റ് കൊറോണ.
സോറർ എന്ന് പറഞ്ഞിട്ടൊരു കാറാണിത്. സെൽസിയോ എന്ന് പറഞ്ഞിട്ടൊരു കാറാണ് ഇത്. ടൊയോട്ട 2000 GT എന്ന് പറഞ്ഞിട്ടൊരു കാറാണ്. കൊള്ളാമല്ലേ? പ്രിയസ് എന്ന് പറഞ്ഞിട്ടൊരു കാറാണ്. ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കൊറോണ, ടൊയോട്ട കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറാണ് ഇത്. മിറായി എന്ന് പറഞ്ഞിട്ടൊരു കാറാണ്, ടൊയോട്ടയുടെ തന്നെ. ഇത് വന്നിട്ട് ടൊയോട്ടയുടെ ആൽഫാഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീമിയം ലോഞ്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാറാണ്. അപ്പോൾ നമുക്കതിൽ അവർ നമ്മളെ ഇരുത്തി ഒന്ന് ആ ലോഞ്ച് എക്സ്പീരിയൻസ് നമുക്ക് തരാൻ പോവുകയാണ്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറി എന്താണ് അതിൻ്റെ ആ ഒരു പ്രീമിയം ഫങ്ഷൻസ് എന്നൊന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ലെക്സസ് കണ്ടു കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ആൽഫാഡിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് മുന്നേ ഒരു 2 പേര് അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ പ്രീമിയം ക്യാബ്സും ഈ ഒരു കാറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു കാറിലാണ് വന്നത്. ചേച്ചി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇതിൽ കയറാൻ വേണ്ടി. നമ്മൾ കയറിയിരുന്നു. ആൻഡ് ഒരു ആപ്പ് ത്രൂ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറേ മോഡ്സ് ഉണ്ട് കേട്ടോ, ഡ്രീമി എന്നൊക്കെ പറഞ്ഞിട്ട്. സീറ്റൊക്കെ ഇങ്ങനെ റിക്ലൈൻ ആയിട്ട് നല്ലൊരു മസാജിങ് ചെയർ പോലെ മസാജ് വരുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ ഈ ഒരു റൂഫ് ലൈറ്റ്സൊക്കെ റെഡായി. അപ്പം ആ ഒരു നമ്മുടെ ഹാൻഡ് റെസ്റ്റൊക്കെ നല്ല വാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു വേറൊരു മോഡ് ട്രൈ ചെയ്യണത് ഹോം തിയേറ്റർ. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല കാറായിരുന്നു. ഇറങ്ങിയിട്ട് ചേച്ചി ഇങ്ങനെ ചേച്ചിക്ക് ഈ കാറ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ ഡ്രോ ചെയ്തിടാൻ പറ്റും കേട്ടോ കാറിൻ്റെ മോഡൽസ്. കൊച്ചു കുട്ടികളൊക്കെ വരയ്ക്കുന്നതാണ്. നമ്മളിവിടെ കാറ് വരയ്ക്കുന്നുണ്ട്. ചേച്ചി ഈ കാറാണെന്ന് തോന്നുന്നു വരയ്ക്കുന്നത്. ഞാനും എന്തൊക്കെയോ വരയ്ക്കുകയാണ്. അത് മാത്രമേ ഒരു കുറവുള്ളൂ. മഞ്ഞ ഇത് ആ കാറല്ല നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് പാർട്സ് കാറിൻ്റെ പ്ലേസ് ചെയ്യുന്നതെന്നൊക്കെ കാണാനായിട്ട് പോയി. ഇങ്ങനെ റോബോട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പ്ലേസ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ തന്നെ. ഒക്കെ കണ്ട് വീണ്ടും നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ ഒരു ഡോണറ്റ് ഷോപ്പ് കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടുത്തെ ഡോണറ്റ്സ് ഒക്കെ. നമുക്ക് ഒരെണ്ണം വാങ്ങാൻ നമ്മൾ വിചാരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഡോണറ്റാണ് കേട്ടോ. ഒരു ഗെയിമിൻ്റെ ഇമോജിയൊക്കെ ഉള്ള. ആൻഡ് ഇവിടുത്തെ ഡോണറ്റ്സ് ഒക്കെ കണ്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ബബയ്ക്ക് പല്ല് വരുന്നുണ്ട് ഗൈസ്, 1 വയസ്സായപ്പോൾ പല്ല് വേദനിക്കും. ഇത് ഇവിടുത്തെ ഒരു ഇൻറ്ററാക്റ്റീവ് ഗെയിം സ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയും അമ്മയും കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പോക്കിമോൺസിൻ്റെ എന്തോ ഒരു ഗെയിമാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇത് നമ്മളൊരു ക്യാബിൽ കയറി. അപ്പോൾ ഇവിടുത്തെ ക്യാബിൽ ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കവറിലിങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്യാബ് കാണുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ, ഓട്ടോയിലോ ടാക്സിയിലോ ഒക്കെ പോകുമ്പോൾ. കൊള്ളാം കേട്ടോ, നല്ലൊരു. ഞാനൊരു ഗം എടുത്തു. നമ്മളങ്ങനെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ കൂടെ പോകുന്നതൊക്കെ ഷിൻകാൻസൻ ട്രെയിൻസാണ്, ബുള്ളറ്റ് ട്രെയിൻസാണ് ഇവിടുത്തെ. ഇപ്പം ഒരു സിറ്റിയിൽ നിന്ന് ഇപ്പം നമ്മളിപ്പം ടോക്കിയോയിൽ നിന്ന് 2ാമത്തെ ദിവസം നഗോയയിൽ വന്നു. അതും ഒരു ഷിൻകാൻസൻ യൂസ് ചെയ്തിട്ടാണ് വന്നത്. ഇനി നഗോയയിൽ നിന്ന് നമ്മൾ ഒസാക്കയിലോട്ട് പോവുക. അപ്പോൾ അതും ഷിൻകാൻസൻ യൂസ്. ഇനി ഒസാക്കയിൽ നിന്ന് നമ്മൾ അടുത്ത സിറ്റിയിലോട്ട് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഈ ഒരു ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പം നമ്മളിത് ബുള്ളറ്റ് ട്രെയിനിലാണുള്ളത്. ഷിൻകാൻസൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഈ ട്രെയിനിൽ നിന്ന്. ഭയങ്കര നല്ലൊരു ട്രെയിനാണ് കേട്ടോ. ഭയങ്കര നമുക്കൊരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പോലെ തന്നെയാണ് ഈ ഒരു ട്രെയിൻ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എക്സ്ട്രാ ലഗേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഏറ്റവും ബാക്കിലെ സീറ്റ്, അപ്പോൾ അവിടെ ലഗേജ് വെക്കാം.
പിന്നെ ഇവിടെ നമുക്ക് ഫുഡ് റെസ്റ്റ് ഉണ്ട്. നമുക്കിങ്ങനെ പെഡൽ ചെയ്ത് അതിൻ്റെ സൈസ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫുഡ് റെസ്റ്റാണ് കേട്ടോ. ഇതായിട്ട് നമുക്കിങ്ങനെ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ സീറ്റ് നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും റിക്ലൈൻ ചെയ്ത് ഇരിക്കാൻ പറ്റും. നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ ഇവിടെ സീറ്റിൻ്റെ അടിയിൽ വെൻറ്റ് പോലെ ഉണ്ട്. പിന്നെ ചാർജിങ് പോർട്ടും എല്ലാം നമുക്കുണ്ട്. ആൻഡ് ലൈറ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് റീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ലൈറ്റ് ഓൺ ചെയ്താൽ മതി. പിന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഹാൻഡ് റെസ്റ്റ് ടേബിൾ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ജ്യൂസോ ഡ്രിങ്ക്സോ ഒക്കെ നമുക്ക് വെക്കാം. ഫുഡ് കഴിക്കുന്നതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ടേബിളും ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്തിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ ബബ്ബു, അത് തുറക്കാൻ വേണ്ടി. നമുക്കിനി ഒസാക്കയിൽ എത്തിയിട്ട് കാണാം. നമ്മൾ റൂമിലോട്ട് പോവുമായിരിക്കും, നമ്മുടെ പുതിയ ഹോട്ടൽ റൂമിലോട്ട്. സോ ഇതാണ് ഒസാക്ക എന്ന് പറയുന്ന സിറ്റി. നമുക്കിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. കുറേ ആൾക്കാരിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ലൈറ്റ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ ക്യാബിലായാലും പോവുമായിരുന്നു. അപ്പം ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സൊക്കെ വെച്ച് മരത്തിലൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ സ്ഥലം മൊത്തം കാണാനായിട്ട്. നമ്മൾ കേട്ടിരുന്നു ഒസാക്ക സിറ്റി ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്നൊക്കെ. അങ്ങനെ ഞങ്ങളുടെ എയർബിഎൻബിയിലെത്തി. ഈ കാണുന്നതാണ് നമ്മുടെ എയർബിഎൻബി. ഇവിടെയും സെൽഫ് ചെക്ക് ഇൻ തന്നെയാണ് കേട്ടോ. ബബ്ബു അപ്പോഴേക്കും ഉറങ്ങിപ്പോയി. ബബ്ബു ഇപ്പം കാറിലിരുന്നാൽ അപ്പോൾ ഉറങ്ങിപ്പോവും. അങ്ങനെ റൂമിൽ നിന്നൊക്കെ എത്തി സെറ്റിലായി. എന്നിട്ടിപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ ഡോട്ടൻബറി എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. 24 hours ലൈവ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ഒരു കനാലിൻ്റെ ചുറ്റുമാണ് ഈ ഒരു സ്ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫേമസ് ആയിട്ട് കിട്ടുന്ന തക്കോയാക്കി എന്ന് പറഞ്ഞാൽ നീരാളി. അതായത് നമ്മുടെ ഉണ്ണിയപ്പം പോലെ മാവ് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ചട്ടി പോലെ ഉണ്ട്, അതിനകത്ത് ഒഴിച്ചിട്ട് അതിനകത്ത് ഒഴിക്കും. എന്നിട്ട് ഇത് മൈദ എന്തോ തോന്നുന്നു. എന്നിട്ട് അതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഇടും, എന്തോ സാധനമൊക്കെ ഇടും. ഈ നീരാളിയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മേളിൽ ഈ സോസ് ഇടും, എന്നിട്ട് ഇച്ചിരി ഇലയോ കാര്യങ്ങളൊക്കെ ഇടും. നമ്മൾ നോർമൽ ബണ്ണ് കഴിക്കുന്ന ഫീൽ. നാട്ടിലെ 400 രൂപയല്ലേ 6 പീസ്. അങ്ങനെ നമ്മളൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസിൻ്റെ വെൻഡിങ് മെഷീൻ കണ്ടു. അത് ബബ്ബുവിന് കൊടുത്തു. അപ്പോൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ പോയി റെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത ഡേ വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ ആൻഡ് പ്രീവിയസ് വ്ളോഗ്സ് കാണാൻ മറക്കല്ലേ.